പ്രോട്ടീൻ ഡൈജഷൻ പിന്നെ തുടർന്ന് പോകുന്നത് നെക്സ്റ്റ് സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ടാണ്. പാൻക്രിയാറ്റിക് ലൈനിങ് അവിടെയുള്ള ടിഷ്യൂസിനൊക്കെ ഡാമേജ് ആക്കും, അവിടെ ഡേഞ്ചർ ആണ് കൈമോട്രിപ്സിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ട്രിപ്സിനും കൈമോട്രിപ്സിനും വർക്ക് ടുഗദർ ആണ്. പക്ഷേ ആ ഒരു ഡിഫറെന്റ് അമിനോ ആസിഡ് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഇലാസ്റ്റേസസ്, കൊളാജിനേസസ് ഇതെല്ലാം നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ജലാറ്റിനേസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ആക്റ്റീവ് ഫോമിലാണ്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാദമി. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡിലെ പ്രോട്ടീൻ്റെ ഡൈജഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് അല്ലേ. ആ പ്രോട്ടീൻ ഡൈജഷൻ പിന്നെ തുടർന്ന് പോകുന്നത് നെക്സ്റ്റ് സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ടാണ്. അപ്പോൾ അവിടെ വരെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ ഓരോ കമ്പോണൻസും അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പാൻക്രിയാറ്റിക് ജ്യൂസ്. എന്താണ് പാൻക്രിയാറ്റിക് ജ്യൂസ്? നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം അല്ലെ. പാൻക്രിയാറ്റിക് ജ്യൂസ് ഇസ് എ ഡൈജസ്റ്റീവ് സെക്രീഷൻ ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ പാൻക്രിയാസ് ആൻഡ് ഈസ് റിലീസ്ഡ് ഇൻ ടു ഡ്യൂഡനം. എന്താണ്? സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് ഈ ഫുഡ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിലാണ്. നെക്സ്റ്റ് അവർ മൂവ് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ടാണ്. അപ്പൊ അവിടെ ഒരു മെയിൻ റോൾ വഹിക്കുന്ന ആൾക്കാരാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഓക്കെ, പാൻക്രിയാറ്റിക് ജ്യൂസ് ഇസ് എ ഡൈജസ്റ്റീവ് സെക്രീഷൻ ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? പാൻക്രിയാസ് ആൻഡ് ഈസ് റിലീസ്ഡ് ഇൻ ടു ഡ്യൂഡനം അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ടാണ് അല്ലെ റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതിന്റെ മെയിൻ കമ്പോണൻസ് നോക്കാം. മെയിൻ കമ്പോണൻസ് പാൻക്രിയാറ്റിക് ജ്യൂസിൽ മെയിൻ ആയിട്ട് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഉണ്ട്. നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസിലും ഒരുപാട് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു? നമ്മൾ ട്രിപ്സിൻ, റെനിൻ, അതുപോലെ തന്നെ പെപ്സിൻ, റെനിൻ, അതുപോലെ റെനിൻ അല്ലെങ്കിൽ കൈമോസിൻ എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പരിചയപ്പെട്ടു? ഗ്യാസ്ട്രിസിൻ, ജലാറ്റിനേസ് ഒക്കെ കണ്ടത് ഗ്യാസ്ട്രിക് ജ്യൂസിലാണ്. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസിൽ വരുന്ന കുറച്ച് പ്രോട്ടിയോലൈറ്റിക് എൻസൈം നമുക്ക് പരിചയപ്പെടാം. അതിൽ ട്രിപ്സിൻ ഉണ്ട്, കൈമോട്രിപ്സിൻ ഉണ്ട്, കാർബോക്സിപെപ്റ്റിഡേസ് ഉണ്ട്, ദെൻ ഇലാസ്റ്റേസസ് ഉണ്ട്, ദെൻ കൊളാജിനേസസ് ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് പാൻക്രിയാറ്റിക് ജ്യൂസിൽ വരുന്ന പ്രോട്ടിയോലൈറ്റിക് എൻസൈം. ഏതൊക്കെയാണ്? ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സിപെപ്റ്റിഡേസ്, ദെൻ ഇലാസ്റ്റേസസ്, ദെൻ കൊളാജിനേസസ്. ഓക്കെ, അപ്പോൾ 5 എണ്ണം വരുന്നുണ്ട്. ഇനി ജനറൽ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ദിസ് എൻസൈം ബ്രേക്ക് പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണല്ലോ, അതുകൊണ്ട് പ്രോട്ടീന്റെ പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അവർ പ്രോട്ടീനെ സ്മോൾ മോളിക്യൂൾ ആക്കി മാറ്റുന്നത്. ദിസ് എൻസൈം ബ്രേക്ക് പെപ്റ്റൈഡ് ബോണ്ട് ഇൻ പ്രോട്ടീൻ. ദേ കൺവേർട്ട് ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾ ഇൻ ടു എന്താണ്? സ്മോളർ പെപ്റ്റൈഡ്, അതുപോലെ തന്നെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത്. അപ്പൊ ലാർജ് പ്രോട്ടീൻ മോളിക്യൂളിനെ നമുക്കറിയാം പ്രോട്ടീൻ എന്താണ്? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അമിനോ ആസിഡ് ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ആ ലാർജ് പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് സ്മോൾ പെപ്റ്റൈഡ്സും അതുപോലെ തന്നെ അമിനോ ആസിഡും ഒക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ഈ പ്രോട്ടിയോലൈറ്റിക് എൻസൈമിന്റെ മെയിൻ ഡ്യൂട്ടി വരുന്നത്. ഓക്കെ, അപ്പൊ മോസ്റ്റ് പാൻക്രിയാറ്റിക് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ആർ സെക്രേറ്റഡ് ഇൻ ഇനാക്റ്റീവ് ഫോം, സൈമോജൻസ്. നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസ് പഠിച്ചപ്പോഴും പറഞ്ഞു പെപ്സിനോജൻ ഫോമിലാണ്. കാരണം സ്റ്റൊമക്കിന്റെ ലൈനിങ്ങിന് അവർ ആക്റ്റീവ് ആയിട്ടിരുന്നാൽ പ്രശ്നമാണ്. സെയിം തന്നെയാണ് ഇവിടെയും പാൻക്രിയാസിലാണല്ലേ, പാൻക്രിയാസിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ എൻസൈംസ് ഒക്കെ ആക്റ്റീവ് ആയിട്ടിരുന്നാൽ പാൻക്രിയാസിനും അത് വളരെ ഡാമേജ് ഉണ്ടാക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും, സൈമോജൻ ആ ഒരു ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ ടു പ്രിവെന്റ് ഡാമേജ് ടു ദ പാൻക്രിയാസ് ഇറ്റ് സെൽഫ്, അതുകൊണ്ട് തന്നെ ഇത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കാം. ഇനി ഇതിന്റെ സെക്രീഷൻ നോക്കാം. ട്രിപ്സിൻ, ഫസ്റ്റ് ട്രിപ്സിൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രിപ്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് ട്രിപ്സിൻ ഈസ് സെക്രീറ്റഡ് ബൈ പാൻക്രിയാസ് ആണ് ആസ് ആൻ ഇനാക്റ്റീവ് എൻസൈം കോൾഡ് ട്രിപ്സിനോജിൻ. ഓക്കെ, അപ്പൊ പെപ്സിനോജൻ, ട്രിപ്സിനോജൻ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ട്രിപ്സിനോജൻ. ഓക്കെ, എന്തുകൊണ്ടാണ് അത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്? Yes, if active trypsin were produced inside the pancreas, it could digest pancreatic tissue. Pancreatic lining അവിടെയുള്ള ടിഷ്യൂസിനൊക്കെ ഡാമേജ് ആക്കും, അവിടെ ഡേഞ്ചർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അത് പാൻക്രിയാസിന് സേഫ് ആയിട്ടുള്ള രീതിയിൽ അല്ലേ, അതുകൊണ്ടാണ് ഇവര് ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ഫോമിൽ ഇരിക്കുന്നത്. ഇനി ഇതിന്റെ ആക്ടിവേഷൻ നോക്കാം. ഓക്കെ, ഈ ട്രിപ്സിനോജനെ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഇത് ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിലുള്ള സ്മോൾ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിലുള്ള എൻഡറോകൈനേസ് ആണ് ഈ ആക്റ്റീവ് ട്രിപ്സിനാക്കി മാറ്റുന്നത്. ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ഫോം ആണ്, അതിന് നമുക്ക് ട്രിപ്സിനാക്കി മാറ്റണം, എന്നാലാണ് ബാക്കി ഫർദർ നമുക്ക് പ്രോട്ടീൻ ഡൈജഷനും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസിലുള്ള എൻഡറോകൈനേസ് ആണ് ട്രിപ്സിനോജനെ എന്താക്കി മാറ്റുന്നത്? ട്രിപ്സിനോജനെ ആക്റ്റീവ് ട്രിപ്സിൻ. ഓക്കെ, ആക്റ്റീവ് ട്രിപ്സിൻ ആക്കി മാറ്റുന്നു. ട്രിപ്സിൻ ക്യാൻ ഓൾസോ ആക്ടിവേറ്റ് മോർ ട്രിപ്സിനോജൻ. ഈ ട്രിപ്സിൻ എന്ത് ചെയ്യുന്നു? ഈ ട്രിപ്സിൻ ബാക്കിയുള്ള
ട്രിപ്സിനോജിൻ അതായത് ഇനാക്റ്റീവ് ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും ആക്ടിവേറ്റ് ചെയ്യുന്നു ബൈ ഓട്ടോ കാറ്റലിറ്റിക് ആക്ടിവേഷൻ. ഇത് തന്നെയായിരുന്നു സെയിം നമ്മൾ പെപ്സിനോജിൻ അതിൽ HCl ത്രൂ ആണ് ആക്റ്റീവ് ആകുന്നത്. അതിനുശേഷം ഈ പെപ്സിൻ ആണ് ഈ ബാക്കിയുള്ള പെപ്സിനോജിനെ ഓട്ടോ കാറ്റലിറ്റിക് ആക്ടിവേഷൻ വഴി ആക്റ്റീവ് ആക്കുന്നത് അല്ലെ. സെയിം തന്നെയാണ് ഇവിടെയും. ട്രിപ്സിനോജിൻ ആണ് ആദ്യം ഉണ്ടാവുന്നത്, അതിനുശേഷം അത് ഇനാക്റ്റീവ് ഫോം ആണ്. അതിനെ ആക്റ്റീവ് ആക്കാനായിട്ട് ഇൻഡസ്ട്രിയൽ മ്യൂക്കോസിലുള്ള എൻഡറോകൈനേസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ എൻഡറോകൈനേസ് ത്രൂ പെപ്സിനായിട്ടുള്ള എൻസൈം അതെന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ട്രിപ്സിനോജനും കൂടി ആക്ടിവേറ്റ് ആക്കുന്നു ഓട്ടോ കാറ്റലിറ്റിക് ആക്ടിവേഷൻ വഴി. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ട്രിപ്സിൻ ഇസ് എ മേജർ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. ഇറ്റ് ബ്രേക്ക് പെപ്റ്റൈഡ് ബോണ്ട് നിയർ ബേസിക് അമിനോ ആസിഡ്. ഓക്കെ, അപ്പൊ അത് ബേസിക് അമിനോ ആസിഡിന്റെ അടുത്തുള്ള പെപ്റ്റൈഡ് ബോണ്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ പെപ്റ്റൈഡ്സ് ആക്കുന്നു. പ്രോട്ടീൻ ഡൈജഷൻ അവിടെ നടക്കുന്നു. ഓക്കെ, ഇനി ടാർഗറ്റ് അമിനോസിഡ് നോക്കുകയാണെങ്കിൽ ലൈസിനും ആർജിനും ആണ് ഇതിന്റെ ടാർഗറ്റ് അമിനോസിഡ്. നമ്മൾ പറഞ്ഞു നിയർ ടു ബേസിക് അമിനോസിഡ് എന്ന് പറഞ്ഞില്ല, അപ്പൊ ലൈസിനും ആർജിനും ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് അമിനോസിഡ് വരുന്നത്. എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ പ്രോട്ടീൻ സ്മോളർ പെപ്റ്റൈഡ് ട്രിപ്സിൻ വഴി സ്മോളർ പെപ്റ്റൈഡ് ആക്കുന്നു. ഇനി മെയിൻ ആയിട്ടുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ ട്രിപ്സിൻ ആക്ട് ആസ് ദ കീ ആക്ടിവേറ്റിംഗ് എൻസൈം ബിക്കോസ് ഇറ്റ് ആക്ടിവേറ്റ് അതർ പാൻക്രിയാറ്റിക് പ്രോട്ടിയേസസ്. അപ്പോൾ ട്രിപ്സിൻ മെയിൻ ആയിട്ടുള്ള ഒരു ആക്ടിവേറ്റിംഗ് എൻസൈം ആണ്. ഇത് ബാക്കിയുള്ള പാൻക്രിയാറ്റിക് പ്രോട്ടിയേസസിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവര് ഉണ്ടെങ്കിലാണ് ബാക്കി എല്ലാവരും ആക്ടിവേറ്റ് ആവുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള പാൻക്രിയാറ്റിക് പ്രോട്ടിയേസസിനെല്ലാം ട്രിപ്സിൻ മാത്രമല്ല ബാക്കി ഒരുപാട് നമ്മളെ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ട്രിപ്സിനാണ്. ഓക്കെ, ഇനി കൈമോട്രിപ്സിൻ നോക്കാം. കൈമോട്രിപ്സിൻ, അപ്പൊ ട്രിപ്സിൻ കഴിഞ്ഞു, ദെൻ നെക്സ്റ്റ് കൈമോട്രിപ്സിൻ ആണ്. ഇതിന്റെ ആക്ടിവേഷൻ സെക്രേറ്റഡ് ബൈ ഇനാക്റ്റീവ് കൈമോട്രിപ്സിനോജിൻ ആണ് അല്ലെ. സെക്രേറ്റഡ് ആസ് ഇനാക്റ്റീവ് കൈമോട്രിപ്സിനോജിൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആക്ടിവേറ്റ് ചെയ്യുന്നത് ത്രൂ ട്രിപ്സിൻ വഴിയാണ്. ആക്ടിവേറ്റഡ് ബൈ ട്രിപ്സിൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ എല്ലാവരും ഇനാക്റ്റീവ് ഫോമിലാണ് ട്രിപ്സിനും കൈമോട്രിപ്സിനും. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ട്രിപ്സിൻ ആണ്. ഇനി ആക്ടിവേഷൻ പ്രോസസ് കൈമോട്രിപ്സിൻ, ആ ട്രിപ്സിൻ വഴി എന്തുണ്ടാവുന്നു, ആക്റ്റീവ് കൈമോട്രിപ്സിൻ ആവുന്നു. ഫംഗ്ഷൻ എന്താണ്? പെപ്റ്റൈഡ് ബോണ്ടിൽ അല്ലെ, പെപ്റ്റൈഡ് ബോണ്ടിന്റെ ബ്രേക്ക് തന്നെയാണ്. അസോസിയേറ്റഡ് വിത്ത് ആരോമാറ്റിക് അമിനോസിഡ് ആണ്. നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്, നിയർ ബേസിക് അല്ലെ, ലൈസിനും ആർജിനും ആയിരുന്നു. പക്ഷെ കൈമോട്രിപ്സിൽ എവിടെയാണ്, ആരോമാറ്റിക് അമിനോസിഡ് ആണ്. ഓക്കെ, ഈ ആരോമാറ്റിക് അമിനോസിഡ് ആയിട്ടുള്ള ഒരു പെപ്റ്റൈഡ് ബോണ്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പെപ്റ്റൈഡ് ബോണ്ട് ആണ് ബ്രേക്ക് ചെയ്യുന്നത് ആര്, കൈമോട്രിപ്സിൻ. ഓക്കെ, ടാർഗറ്റ് അമിനോസിഡ് നോക്കുവാണെങ്കിൽ ട്രിപ്റ്റോഫാൻ, അതുപോലെ തന്നെ തൈറോസിൻ ആൻഡ് ഫീനൈലാലാനിൻ ആണ്. ഓക്കെ, നേരത്തെ എന്തായിരുന്നു, ലൈസിനും ആർജിനും ആയിരുന്നു അല്ലെ. ഇവിടെ ട്രിപ്റ്റോഫാൻ, തൈറോസിൻ, ഫീനൈലാലാനിൻ. മാറിപ്പോവരുത്, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ, ഫീനൈലാലാനിൻ. നേരത്തെ നമ്മൾ ട്രിപ്സിനിൽ കണ്ടത് ലൈസിനും ആർജിനും ആണ്. ഓക്കെ, നെക്സ്റ്റ് റിസൾട്ട് എന്താണ്, സ്മോൾ പെപ്റ്റൈഡ്സ് ആകുന്നു അല്ലെ. അമിനോ ആസിഡ് ഡിവൈഡ് ചെയ്ത് അവർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സ്മോൾ പോയിന്റ്സ് പെപ്റ്റൈഡ്സ് ആവുന്നു. ഇനി ട്രിപ്സിൻ ആൻഡ് കൈമോട്രിപ്സിൻ വർക്ക് ടുഗദർ ബട്ട് റെക്കഗ്നൈസ് ഡിഫറെന്റ് അമിനോ ആസിഡ് റീജിയൻ ഓഫ് പ്രോട്ടീൻ. അപ്പൊ വെറുതെ ബ്രേക്ക് ഡൗൺ ചെയ്യല്ല, പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി എല്ലാം ഇവിടെ നടക്കുന്നത്, പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യല്ല ചെയ്യുന്നത്. ട്രിപ്സിൻ എവിടെ ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ് അല്ലെ, അവിടുത്തെ ബ്രേക്ക് ഡൗൺ ആണ്. ഇവിടെ എന്താണ്, ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. നമ്മൾ പറഞ്ഞു അസോസിയേറ്റ് അല്ലെ, നമ്മൾ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്, പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് അസോസിയേറ്റ് വിത്ത് ആരോമാറ്റിക്കിലാണ് കൈമോട്രിപ്സിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ട്രിപ്സിനും കൈമോട്രിപ്സിനും വർക്ക് ടുഗദർ ആണ്, പക്ഷേ ആ ഒരു ഡിഫറെന്റ് അമിനോ ആസിഡ് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇനി കാർബോക്സി പെപ്റ്റൈഡേസ് നോക്കാം. ഇതിന്റെ ഫംഗ്ഷൻ the enzyme remove amino acid from terminal end of peptide chain ആണ്. ഇവിടെ ടെർമിനൽ എൻഡ് ആണ്. നേരത്തെ നമ്മൾ ബേസിക്കും ആരോമാറ്റിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ടെർമിനൽ എൻഡിലുള്ള അമിനോ ആസിഡിനെ റിമൂവ് ചെയ്യുന്നത് വഴിയാണ് അവിടെ നടക്കുന്നത്, അവിടെ എൻസൈമാറ്റിക് ആക്ഷൻ നടക്കുന്നത്, അതിന്റെ ഫംഗ്ഷൻ നടക്കുന്നത്. ഓക്കെ, ദ എൻസൈം റിമൂവ് അമിനോ ആസിഡ് ഫ്രം ദ ടെർമിനൽ എൻഡ് ഓഫ് പെപ്റ്റൈഡ് ചെയിൻ. ആ പെപ്റ്റൈഡ് ചെയിനുള്ള ടെർമിനൽ എൻഡിലുള്ള അറ്റത്തുള്ള അമിനോ ആസിഡിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ട് ടൈപ്പ് ഉണ്ട്, ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് ബി ഉണ്ട്. അപ്പൊ ടൈപ്പ് എ എന്ന് പറയുന്നത് ടൈപ്പ് എ കാർബോക്സി പെപ്റ്റൈഡേസ് നമുക്ക് നോക്കാം. അപ്പൊ ട്രിപ്സിനും ഓർമ്മയിരിക്കട്ടെ, ഇത് ആക്ട് ഓൺ ടെർമിനൽ പെപ്റ്റൈഡ് ബോണ്ട് കണ്ടെയ്നിങ് ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. എന്താണ് ടെർമിനൽ പെപ്റ്റൈഡ് ബോണ്ട് ഓഫ് കണ്ടെയ്നിങ് ആരോമാറ്റിക് അമിനോ ആസിഡ്? ടെർമിനൽ പെപ്റ്റൈഡ് കണ്ടെയ്നിങ് ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. എക്സാമ്പിൾ ഫീനൈലാലാനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ഓക്കെ, ഫീനൈലാലാനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ഇത് നമ്മൾ എവിടെ കണ്ടു, കൈമോട്രിപ്സിലും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇനി ടൈപ്പ് ബി കാർബോക്സി പെപ്റ്റൈഡേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ബേസിക് അമിനോ ആസിഡ് ആണ്. നേരത്തെ ആരോമാറ്റിക് ആയിരുന്നു, ഇവിടെ ടാർഗറ്റ് പെപ്റ്റൈഡ് അസോസിയേറ്റഡ് വിത്ത് ബേസിക് അമിനോ ആസിഡ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ ലൈസിനും ആർജിനും ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ ട്രിപ്സിൽ കണ്ടു അല്ലെ, ലൈസിനും ആർജിനും. ഓക്കെ, ഇനി പോയിന്റ് നോക്കാം, നമുക്ക് സമ്മപ്പ് ചെയ്തുള്ള പോയിന്റ് നോക്കാം.
Carboxypeptidase complete protein digestion by removing amino acid from the end of peptide chain. നേരത്തെ നമ്മൾ ഇടയിൽ ഒക്കെയുള്ള പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ എൻഡിലാണ്, ഓക്കെ, ടെർമിനൽ, ആ ഒരു ടെർമിനൽ എൻഡിലുള്ള അമിനോ ആസിഡിനെ റിമൂവ് ചെയ്യുന്നത് വഴിയാണ് അവിടെ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഈ കാർബോക്സി പെപ്റ്റിഡേസ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ടെർമിനൽ എൻഡ്. ഓക്കെ, ടെർമിനൽ എൻഡ് ആണ്, അത് ഓർമ്മയിരിക്കട്ടെ. ടെർമിനൽ എൻഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഇലാസ്റ്റേസസും കൊളാജനേസസ് ആണ്. ഇലാസ്റ്റേസസ് ഫുഡിൽ ഇലാസ്റ്റേസസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോൾ നമ്മൾ ഈ മീറ്റിലൊക്കെ ഉള്ള വളരെ കട്ടിയുള്ളതും അതുപോലെ വളരെയധികം ഈ നാരുകളൊക്കെ ഉള്ള ഒരു പ്രോട്ടീൻ ആണ് ഇലാസ്റ്റിൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് ഇലാസ്റ്റേസ് ഉള്ളത്. എ പ്രോട്ടീൻ ഫൗണ്ട് ഇൻ കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മള് മസിൽസിനെയും ഈ ബോൺസിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ വളരെ കട്ടിയുള്ള ഒരു പ്രോട്ടീൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് ഈ ഇലാസ്റ്റേസസും കൊളാജനേസസും ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൊളാജനേസസ് നോക്കാം. അതിന്റെ മെയിൻ ഫംഗ്ഷൻ ബ്രേക്ക് ഡൗൺ കൊളാജിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞു കണക്റ്റീവ് ടിഷ്യൂവിലുള്ള ഈ മസിൽസിനും ജോയിൻസിനൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, വളരെ കട്ടിയുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ കൊളാജിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ പ്രോട്ടീൻ ഇൻ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ കൊളാജനാണ് ഈ കണക്റ്റീവ് ടിഷ്യൂവിലെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഈ മീറ്റിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് എന്താ പറയുക, ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ, വിഘടിപ്പിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് ഈ കൊളാജിനേസസ് എൻസൈം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഹെൽപ്പ് ഡൈജഷൻ ത്രൂ കണക്റ്റീവ് ടിഷ്യൂ പ്രോട്ടീൻ പ്രസന്റ് ഇൻ ഫുഡ്. അപ്പോൾ ഫുഡിലുള്ള കണക്റ്റീവ് ടിഷ്യൂ, നമ്മളിപ്പോൾ മീറ്റൊക്കെ കഴിക്കുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂലുള്ള പ്രോട്ടീനൊക്കെ ഡൈജഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് കൊളാജിനേസസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എൻസൈംസ് ഒക്കെ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. പ്രോട്ടോലൈറ്റിക് എൻസൈം ഓഫ് പാൻക്രിയാറ്റിക് ടിഷ്യൂ ആണ് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് നമ്മളിന്ന് കണ്ടത്. ഏതൊക്കെയുണ്ട്? ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സിപെപ്റ്റിഡേസ് എ ഉണ്ട്, ബി ഉണ്ട്, ഇലാസ്റ്റേസസ് ഉണ്ട്, കൊളാജനേസസ് ഉണ്ട്. ഈ ട്രിപ്സിൻ എന്താണ്? ട്രിപ്സിനോജൻ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക, ഇനാക്റ്റീവ് ഫോമിലായിരിക്കും. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എൻഡറോകൈനേസ് ആണ്. എൻഡറോകൈനേസ് ത്രൂ ആണ് ഇൻഡസ്ട്രിയൽ മ്യൂക്കോസയിൽ നിന്നുള്ള എൻഡറോകൈനേസ് വഴിയാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. കൈമോട്രിപ്സിൻ ആണെങ്കിലും ഇനാക്റ്റീവ് ഫോമിലായിരിക്കും. ഈ കൈമോട്രിപ്സിനും ആക്ടിവേറ്റ് ചെയ്യുന്നത് ട്രിപ്സിൻ തന്നെയാണ്. ഇനി കാർബോക്സിപെപ്റ്റിഡേസ്, അതുപോലെ തന്നെ എയും ബിയും, ഇലാസ്റ്റേസസ്, കൊളാജിനേസസ്, ഇതെല്ലാം നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ജലാറ്റിനേസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ആക്റ്റീവ് ഫോമിലാണ്. സെയിം ഇവിടെയും ആക്റ്റീവ് ഫോമിലാണ്. ഇനി ട്രിപ്സിനും കൈമോട്രിപ്സിനും ഈ പ്രോട്ടീന്റെ ഇടയിലുള്ള ആ ഒരു പെപ്റ്റൈഡ് ബോണ്ടിനൊക്കെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ കാർബോക്സിപെപ്റ്റിഡേസ് എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ആ ഒരു ടെർമിനൽ എൻഡിലുള്ള ആ ഒരു അമിനോ ആസിഡിനൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത്. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ട്രിപ്സിനും കൈമോട്രിപ്സിനും എന്തായിരുന്നത്? അത് ബ്രേക്ക് ഡൗൺ ദ പെപ്റ്റൈഡ് ബോണ്ട് നിയർ ലൈസിൻ ആൻഡ് ആർജിൻ ആണ്. ബേസിക് അമിനോ ആസിഡ് ആണ്. ഈ കൈമോട്രിപ്സ് എന്ന് പറയുമ്പോൾ ആക്ട് ഓൺ ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. ഇത് സെയിം കാർബോക്സിപെപ്റ്റിഡേസ് ആരോമാറ്റിക്കിലും കാർബോക്സിപെപ്റ്റിഡേസ് ബി ബേസിക് അമിനോ ആസിഡാണ്. ഈ ട്രിപ്സിനും കൈമോട്രിപ്സിനും ഉള്ള ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ ഇവർ ഇടയിലാണ്. ഓക്കെ, ബ്രേക്ക് പെപ്റ്റൈഡ് ബോണ്ട്, ആ ഒരു ഇടയിലുള്ള ആ ഒരു ബ്രേക്ക് പെപ്റ്റൈഡ് ബോണ്ടിനാണ് ബ്രേക്ക് ചെയ്തത്. ഇവിടെ റിമൂവ് ടെർമിനൽ ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. ഓക്കെ, റിമൂവ് ടെർമിനൽ ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. കാർബോക്സിപെപ്റ്റിഡേസ് ബി എന്ന് പറയുമ്പോൾ റിമൂവ് ടെർമിനൽ ബേസിക് അമിനോ ആസിഡ് ആണ്. ഓക്കെ, ഇനി ഇലാസ്റ്റേസ് എന്താണ്? ഇലാസ്റ്റിൻ ഫൈബേഴ്സിനെ, ഇവിടെ കൊളാജൻ ഫൈബേഴ്സിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കണക്റ്റീവ് ടിഷ്യൂ ഉള്ള മെയിൻ ഒരു സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ് ഈ കൊളാജിനേസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രണ്ണം കണ്ടു? 5 കണ്ടു. ഓക്കെ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സിപെപ്റ്റിഡേസ്, ഇലാസ്റ്റേസ്, കൊളാജിനേസ്. ഇതിൽ കാർബോക്സിപെപ്റ്റിഡേസ് എയും ഉണ്ട്, ബിയും ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് MCQs പരിചയപ്പെടാം. വാട്ട് ഇസ് ദ ഇനാക്റ്റീവ് ഫോം ഓഫ് ട്രിപ്സിൻ? എന്താണ് ട്രിപ്സിന്റെ ഇനാക്റ്റീവ് ഫോം? കൈമോട്രിപ്സിൻ ആണോ, ട്രിപ്സിനോജൻ ആണോ, പെപ്സിനോജൻ ആണോ, കാർബോക്സിപെപ്റ്റിഡേസ് ആണോ? നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. എന്താണ്? ട്രിപ്സിനോജൻ ആണ്. ട്രിപ്സിനോജൻ അതിനുശേഷം ട്രിപ്സിൻ ആവാണ്. കൈമോട്രിപ്സിനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ട്രിപ്സിൻ തന്നെയാണ്. ഇനി വിച്ച് എൻസൈം ഇസ് ആക്ടിവേറ്റ് ട്രിപ്സിനോജൻ? ഏത് എൻസൈമാണ് ട്രിപ്സിനോജനെ ആക്ടിവേറ്റ് ആക്കുന്നത്? പെപ്സിൻ, ഗ്യാസ്ട്രസിൻ, എൻഡറോകൈനേസ്, കൊളാജിനേസ്. ഏതാണ്? എൻഡറോകൈനേസ് ആണ്. ഈ പെപ്സിനും ഗ്യാസ്ട്രസിനും ഒക്കെ എവിടെയുള്ളത്? അത് ഗ്യാസ്ട്രിക് ജ്യൂസിലാണ് നമ്മൾ പരിചയപ്പെട്ടുള്ളത്. യെസ്. വിച്ച് എൻസൈം ആക്ടിവേറ്റ് ട്രിപ്സിനോജൻ? എൻഡറോകൈനേസ് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് എൻസൈം ആക്ടിവേറ്റ് കൈമോട്രിപ്സിനോജൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ആരാണ്? യെസ്, ട്രിപ്സിൻ തന്നെയാണ് ട്രിപ്സിനോജനും ആക്ടിവേറ്റ് ചെയ്യുന്നത്. ട്രിപ്സിൻ, എൻഡറോകൈനേസ്, ഇലാസ്റ്റേസ്, കാർബോക്സിപെപ്റ്റിഡേസ് ആണ് നമ്മുടെ ഓപ്ഷൻ. നമുക്ക് ഓപ്ഷൻ തന്നെ വായിക്കേണ്ട കാര്യമില്ല. ട്രിപ്സിൻ ആണ് ഈ കൈമോട്രിപ്സിനോജനും ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഏത് അമിനോ ആസിഡ് ആണ് ഈ ട്രിപ്സിൻ ടാർഗറ്റ് ചെയ്യുന്നത്? ഏത് അമിനോ ആസിഡ് ആണ്? ട്രിപ്റ്റോഫാൻ ആൻഡ് തൈറോസിൻ, ഫിനൈലാലാനിൻ ആൻഡ് തൈറോസിൻ, ലൈസിൻ ആൻഡ് ആർജിനിൻ, ഗ്ലൈസിൻ ആൻഡ് അലാനിൻ. ആരെയാണ്? ബേസിക് ആയിട്ടുള്ള, ബേസിക് അമിനോ ആസിഡ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഡൗട്ട് ഒന്നുമില്ല, ലൈസിൻ ആൻഡ് ആർജിനിൻ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്,
എന്താണ് കൊളാജിനേസിന്റെ ഫംഗ്ഷൻ വരുന്നത്? ബ്രേക്ക് ഡൗൺ ജെലാറ്റിൻ ഇൻ ടു പോളിപെപ്റ്റൈഡ്, ബ്രേക്ക് ഡൗൺ കൊളാജിൻ ഫൈബേഴ്സ്, കൺവേർട്ട് കെസിൻ ഇൻ ടു പാരാകെസിൻ, ആക്ടിവേറ്റ് ട്രിപ്സിനോജൻ. ഏതാണ്? യെസ്. ഇപ്പൊ ഈ ബ്രേക്ക് ഡൗൺ ജെലാറ്റിൻ ഇൻ ടു പോളിപെപ്റ്റൈഡ് ജെലാറ്റിനേസ് ആണ് അല്ലെ. പിന്നെ കെസിൻ ടു പാരാകെസിൻ നമ്മളിവിടെ റെനിൻ കൈമോസിൻ ആണ് കണ്ടിട്ടുള്ളത്. ഇനി ആക്ടിവേറ്റ് ട്രിപ്സിനോജൻ ആരാണ്? അത് എൻട്രോകൈനേസ് ആണ്. അപ്പോ ബാക്കി ആരാണുള്ളത്? യെസ്, ബ്രേക്ക് ഡൗൺ കൊളാജിനേസ്. കണക്ട് ചെയ്ത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇനി ടൈപ്പ് എ നമ്മൾ കാർബോക്സിപെപ്റ്റൈഡേസ് കണ്ടു. ടെർമിനൽ ഗ്രൂപ്പിലുള്ള ബേസിക്കിനും ടെർമിനൽ ഗ്രൂപ്പിലുള്ള ആരോമാറ്റിക് അമിനാസിനൊക്കെ റിമൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഈ ടൈപ്പ് എ കാർബോക്സിപെപ്റ്റൈഡേസ് ആക്ട് ഓൺ ടെർമിനൽ ബോൺസ് കണ്ടെയ്നിങ് ഡാഷ് അമിനാസിഡ്. ഏത് അമിനാസിഡ് ആണ്? ബേസിക്, ആരോമാറ്റിക്, ന്യൂട്രൽ, സൾഫർ കണ്ടെയ്നിങ്. ഈ ടൈപ്പ് എ ഏതാണ്? ആരോമാറ്റിക് അമിനാസിഡ് ആണ് റിമൂവ് ചെയ്യുന്നത്. ടൈപ്പ് ബി ബേസിക് ആണ്. ടൈപ്പ് ബി ഇപ്പൊ നമ്മൾ ട്രിപ്സിനും കൈമോട്രിപ്സിനും ട്രിപ്സിൻ ബേസിക് ആണ്, കൈമോട്രിപ്സിൻ ആരോമാറ്റിക് ആണ്. പക്ഷെ ഡിഫറൻസ് ഇവിടെ ടെർമിനൽ ആണ്, ടെർമിനൽ പെപ്റ്റൈഡ് ബോണ്ട് ആണ്, അതാണ് വ്യത്യാസം. കാർബോക്സിപെപ്റ്റിഡേസ് ടൈപ്പ് എ ആരോമാറ്റിക് ആണ്, ആരോമാറ്റിക് ടെർമിനൽ അല്ലെ, ടെർമിനൽ പെപ്റ്റൈഡ് ബോണ്ട് ആരോമാറ്റിക് അമിനോസിഡിനാണ്. ടൈപ്പ് ബി ആണെങ്കിൽ ബേസിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് കണ്ടത്. നമ്മൾ പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റൊമക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്മോൾ ഇൻഡസ്റ്റൈനിലാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ആണ് കണ്ടത്. അപ്പോൾ ഈ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസിനെല്ലാം ഒരു ടീം ആയിട്ടുള്ള ഒരു വർക്കാണ് അല്ലെ. പാൻക്രിയാറ്റിക് ജ്യൂസ് കണ്ടെയ്നിങ് സെവറൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഉണ്ട്, വർക്ക് ടുഗദർ ഇൻ സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് അല്ലെ. ട്രിപ്സിൻ ആക്ട് ആസ് എ മേജർ ആക്ടിവേറ്റിംഗ് എൻസൈം, ട്രിപ്സിനോജൻ ഫോമിലാണ്, എൻഡോകൈനേസ് ആണ്. ട്രിപ്സിനോജൻ ഫോമിലായിരിക്കും ഉണ്ടാവുക, ഇൻആക്റ്റീവ് ഫോമിൽ അതിനെ ട്രിപ്സിനാക്കി കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ കൈമോട്രിപ്സിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നത് ട്രിപ്സിൻ തന്നെയാണ്. പിന്നെ കാർബോക്സിപെപ്റ്റിഡേസ് കണ്ടു നമ്മൾ, ടെർമിനൽ അല്ലെ, ടെർമിനൽ റിമൂവിംഗ് ഓഫ് അമിനോസിഡ് ആണ് നമ്മൾ കണ്ടു. പിന്നെ ഇലാസ്റ്റേസസ് ഉണ്ട്. അതുപോലെ കണക്റ്റീവ് ടിഷ്യൂലുള്ള ഒരു മേജർ സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ് കൊളാജിൻ. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കൊളാജിനേസ് ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. Collagenase help complete protein digestion by converting protein into smaller peptide and amino acid. അപ്പോൾ ഇവരുടെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ. ഈ ട്രിപ്സിൻ ഉണ്ട്, കൈമോട്രിപ്സിൻ ഉണ്ട്, കാർബോക്സിപെപ്റ്റിഡേസ് അതിൽ എ ഉണ്ട് ബി ഉണ്ട്. അതിൽ എ ആരോമാറ്റിക് ആണ്, ബി എന്ന് പറയുന്നത് ബേസിക് അമിനോ ആസിഡ് ഞാൻ റിമൂവ് ചെയ്യുന്നത് ടെർമിനൽ എൻഡിൽ കേട്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇലാസ്റ്റേസസ് ഉണ്ട്, കൊളാജിനേസസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു ടീം വർക്കാണ് ഈ ലാർജ് പ്രോട്ടീൻസിനെ എന്താക്കുന്നത്, സ്മോൾ പെപ്റ്റൈഡ് അമിനോസിഡ് ഒക്കെ ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, ആ ടാർഗറ്റ് അമിനോസിഡ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലൈസിനും ആർജിനും കണ്ടു, അതുപോലെ തന്നെ ആരോമാറ്റിക് ആണ് ഫിനലാലാനിൻ, തൈറോസിനും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ആ ഒരു ടാർഗറ്റ് അമിനാസിഡും എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രോട്ടീൻ ഡൈജഷനിൽ പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ ഒരു ഏരിയ മാത്രമാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇതിലെ ടേബിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്